അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നൊരു പ്രോബ്ലമാണ്. ഒരു ഹോളോ സ്ഫിയർ, ഒരു കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ പ്രോബ്ലമാണ് പറഞ്ഞിരിക്കുന്നതാണ്. ഒരു ഹോളോ സ്ഫിയർ, അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി വന്നിട്ടുണ്ട് 65 വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ. അതിൻ്റെ ഇന്നർ ഡയമീറ്റർ, ഔട്ടർ ഡയമീറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്ഫിയറിൻ്റെ പുറത്തൊരു 10 mm ലെയർ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്ഫിയർ എന്ന് പറയുന്നത്. കാണിച്ചിരിക്കുന്ന സ്ഫിയർ, ആ സ്ഫിയറിൻ്റെ പുറത്ത് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ സ്ഫിയറിൻ്റെ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഫിയറിൻ്റെ ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് R1 ആയിട്ട് എടുക്കാം. R1 = 120 ആണ്. 120 എന്ന് പറയുന്നത് 60 mm എന്ന് വരും. സോ 60 × 10⁻³ മീറ്റർ ആണ് നമ്മുടെ R1. R2 എന്ന് പറയുന്നത് 350 / 2 × 10⁻³ ആണ്. ഓക്കെ, ഇനി അതുകൂടാതെ ഒരു 10 mm ലെയർ ഇൻസുലേഷൻ അതിൻ്റെ പുറത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ R3 = ഈ 10 mm ഈ R2ൻ്റെ കൂടെ കൂട്ടി എഴുതുന്നതാണ് നമ്മുടെ R3യുടെ. ആ ഇൻസുലേഷൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10 watts per meter L എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും ഉള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അത് T1 T3 എന്ന് പറയുന്നത് 550 degree Celsius. കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹീറ്റ് ഫ്ലോ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, ഇപ്പോൾ ഒരു കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുക. ഡാറ്റ ബുക്കിൽ നിന്ന് എടുക്കുക. ഡാറ്റ ബുക്കിൽ ഇൻഡെക്സ് നോക്കുക. ഇൻഡെക്സിൽ കൺവെക്ഷൻ്റെ പേജ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ നമുക്കൊരു കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ ഇക്വേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ കോമ്പോസിറ്റ് സ്ഫിയർ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ΔT എന്ന് പറയുന്നത് Q × R ആണ്. ΔT = Q × R. നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറണ്ട് × റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഹീറ്റ് ഫ്ലോ × റെസിസ്റ്റൻസ് എന്നാണ് അതിന് വരുന്നത്. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വരുന്നതാണ് 1/4π 1/HIRI² + 1/K1 R1 1/R1 - 1/R2 + 1/K2 × 1/R2 - 1/R3 + 1/H0 × R3². ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ആ ഇക്വേഷനിൽ നമുക്ക് ആവശ്യമുള്ള ടേം മാത്രം നമ്മൾ എടുത്താൽ മതിയാവും. കാരണം നമുക്ക് തന്നിട്ടുള്ള ടേമുകൾ മാത്രം നമുക്ക് എടുക്കാം, ബാക്കിയുള്ളതെല്ലാം അവോയ്ഡ് ചെയ്യും. ഈ കേസിൽ നമ്മൾ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന R1 R2 അതുപോലെ തന്നെ R1 R2 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ R3 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലേഷൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് തന്നിരിക്കുന്നത് K എന്ന് തന്നിരിക്കുന്നത്. അതുപോലെ സ്ഫിയറിൻ്റെ മെറ്റീരിയൽ തന്നിട്ടില്ല. അതുകൊണ്ട് സ്ഫിയറിൻ്റെ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിരിക്കുകയാണ് 65 എന്ന് പറയുന്നത്. നമുക്ക് ഈ കേസിൽ K1 തന്നിട്ടുണ്ട്, K2 തന്നിട്ടുണ്ട്, H0 എന്ന് പറയുന്ന ടേമുകളൊന്നും തന്നിട്ടില്ല. H0 എന്ന് പറയുന്നത് ഇൻസൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റും ഔട്ട്സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റാണ് H0 എന്ന് പറയുന്നത്. ആ രണ്ട് ടേമുകൾ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ടേമുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈ ടേം രണ്ടും 0 ആയിട്ട് മാറും. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഇതുപോലെ റെഡ്യൂസ് ചെയ്യും. ഇതിനകത്തെല്ലാം K1 തന്നിട്ടുണ്ട്, K2 തന്നിട്ടുണ്ട്, R1 R2 R3 തന്നെ നമുക്കറിയാം. അങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Q = ΔT/R എന്ന് നമുക്ക് എടുക്കാം. സോ ΔT എന്ന് പറയുന്നത് 500 ആണ്. -50 റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഹീറ്റ് ഫ്ലോ റേറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടും.
ഓക്കെ. അടുത്തൊരു പ്രോബ്ലമാണ്, സിമിലർ ആയിട്ടുള്ള പ്രോബ്ലമാണ്. കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ തന്നെ ഒരു പ്രോബ്ലമായിട്ടാണ് വരുന്നത്. ഒരു ഹോളോ അലൂമിനിയം സ്ഫിയർ വിത്ത് ആൻ ഇലക്ട്രിക്കൽ ഹീറ്റർ അറ്റ് ദി സെൻറ്റർ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. കാരണം ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹോളോ അലൂമിനിയം സ്ഫിയർ യൂസ് ചെയ്യുന്നു. ഇന്നർ ഔട്ടർ റേഡിയസുകളൊക്കെ തന്നിട്ടുണ്ട്, 0.15 0.18 mm റെസ്പെക്റ്റീവ്ലി ആണ് അതിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡ് റേഡിയസും തന്നിരിക്കുന്നത്. The testing is done under steady state condition within the surface of aluminum is maintained at 250 degrees Celsius. അലൂമിനിയം സ്ഫിയറിൻ്റെ ഇന്നർ സർഫസ് 250 ഡിഗ്രി സെൽഷ്യസിലാണ്. A spherical shell of insulation is cast on the outer surface of the sphere to a thickness of 0.12 meter. 0.12 meter thicknessiൽ ഒരു ഇൻസുലേറ്റിംഗ് ലെയർ അവിടെ പ്രൊവൈഡ് ചെയ്യാണ് ആ സ്ഫിയറിൻ്റെ പുറത്ത്. The system is in a room for a temperature of 20 degrees Celsius and convection coefficient 30 watts per meter square Kelvin. 20 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു റൂമിൽ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ റൂമിൽ ഉണ്ടാകുന്ന കൺവെക്ഷൻ കോഎഫിഷ്യൻ്റാണ് എച്ച് എന്ന് പറയുന്നത്. അത് എച്ച് ഈക്വൽ ടു 30 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിനാണ്. പിന്നെ ലാസ്റ്റ് ആണ്, ഇഫ് 80 watts are dissipated by the heater under steady state condition, what is the thermal conductivity of insulation? ഹീറ്ററിൽ നിന്നുള്ള ഹീറ്റ് ഫ്ലോയുടെ എമൗണ്ട് 80 വാട്ട്സ് ആണെങ്കിൽ എത്രയാണ് ആ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പോസിറ്റ് സ്ഫിയറാണ്. കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ R1 തന്നിട്ടുണ്ട്, R2 എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ R3. 3 ഡാറ്റയാണ് തന്നിട്ടുണ്ട്, R1 R2 R3. R1 R2 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. R1ൻ്റെ വാല്യൂ 0.15, R2ൻ്റെ വാല്യൂ 0.18. ഈ 0.18ൻ്റെ കൂടെ ഈ തിക്നെസ്സും കൂടി ആഡ് ചെയ്താൽ നമുക്ക് R3 എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അലൂമിനിയം സ്ഫിയറാണെന്ന് എടുക്കാം. അലൂമിനിയം സ്ഫിയറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിട്ടില്ല. സോ തെർമൽ കണ്ടക്ടിവിറ്റി വന്നിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. K1 ഈസ് ഈക്വൽ ടു മീറ്ററുള്ള വാല്യൂ എടുക്കാം, 200 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ എടുത്തു. ഏകദേശം അത്ര തന്നെയാണ് വരുന്നത്, 194 ഒക്കെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഡാറ്റ ബുക്കിലുണ്ടാവും. നമ്മൾ ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. തെർമൽ കണ്ടക്ടിവിറ്റി അലൂമിനിയം സ്ഫിയർ എത്രയാണെന്ന് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 2 ടെമ്പറേച്ചറുകൾ തന്നിട്ടുണ്ട്, T1 T3 ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ. ഈ കേസിൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. ഇതിനകത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് അറിയാം. അതിനകത്ത് നമ്മൾ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ടെമ്പറേച്ചർ ഡിഫറൻസിന് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ΔT/Q എത്രയാണെന്ന് ചെയ്യുക. ΔT/Q ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്ന് കിട്ടും. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു, കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ ഏതെങ്കിലും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡാറ്റ നമുക്ക് 0 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റയുടെ വാല്യൂ തരാത്തത്തോളം കാലം ആ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ HI എന്ന് പറയുന്നത് തന്നിട്ടില്ല, അത് ടൈം 0 ആയിട്ട് കൺസിഡർ ചെയ്യും. K1 നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം ആണ്. R1 R2 നമുക്കറിയാം. R3 എത്രയാണെന്ന് അറിയാം. K2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. H0 തന്നിട്ടുണ്ട്. H0യുടെ വാല്യൂ ആണ് പുറത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് H0 വാല്യൂ 30 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അൺനോൺ ആയിട്ട് കിട്ടുന്നത് എന്താണ്? K2 മാത്രമാണ് അൺനോൺ ആയിട്ട്. K2 എന്ന് പറയുന്നത് ആ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ
തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്താണ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. നമുക്കറിയാം, ഇൻസുലേഷൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഹീറ്റ് ഫ്ലോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻസുലേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മളോട് പറയുന്നത് തെർമൽ ഇൻസുലേഷൻസിനെ കുറിച്ചാണ്. ഇലക്ട്രിക്കൽ അല്ല, തെർമൽ ഇൻസുലേഷനാണ്. ഒരു കമ്പോണൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, ആ കമ്പോണൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഹീറ്റ് പോകാതിരിക്കാൻ നമ്മൾ ഇൻസുലേഷൻസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതേ കമ്പോണൻറ്റിലേക്ക് പുറത്തുനിന്ന് ഹീറ്റ് വരാതിരിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, നമ്മുടെ ഇൻസുലേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പുറത്തേക്ക് പോകാതിരിക്കാനും പിന്നെ ഒന്ന് ഹീറ്റ് അകത്തേക്ക് വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇൻസുലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലേഷൻ്റെ ആപ്ലിക്കേഷനാണ് ബോയിലേഴ്സ്, സ്റ്റീം പൈപ്സ്, അതുപോലെ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഫുഡ് പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, ഇൻസുലേറ്റിംഗ് ബ്രേക്ക്, ഇത്രയൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അത് ഇതിനകത്തു നിന്നൊക്കെ ഹീറ്റ് നമ്മൾ പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഹീറ്റ് അകത്തേക്ക് വരികയോ തടയുന്നതിന് വേണ്ടിയാണ് ഇൻസുലേഷൻസ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഇൻസുലേഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇൻസുലേഷൻ ആഡ് ചെയ്യും തോറും നമ്മുടെ ഹീറ്റ് ഫ്ലോയുടെ റേറ്റ് കുറഞ്ഞു കുറയുകയാണ് വരുന്നത്. പക്ഷേ ഒരു സ്ഫിയറിൻ്റെയോ ഒരു പൈപ്പിൻ്റെയോ കേസിൽ നമുക്കത് എപ്പോഴും ആപ്ലിക്കബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ഇൻസുലേഷൻ ആഡ് ചെയ്യും തോറും ഹീറ്റ് ഫ്ലോ റേറ്റ് സ്ഫിയറിൻ്റെയോ അല്ലെങ്കിൽ പൈപ്പിൻ്റെയോ കേസിൽ ഹീറ്റ് ഫ്ലോ റെഡ്യൂസ് ചെയ്യണം എന്നില്ല. അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ എന്താണെന്ന് പഠിക്കുന്നത്. നമുക്കറിയാം, ഹീറ്റ് ഫ്ലോയുടെ ഇക്വേഷൻ നമ്മുടെ ഒരു പൈപ്പിൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഹോളോ സിലിണ്ടറിൻ്റെ കേസിലാണെങ്കിലുള്ള ഇൻസുലേഷൻ ഹീറ്റ് ഫ്ലോയുടെ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഇക്വേഷൻ ഞാനിങ്ങനെ മാറ്റി എഴുതാണ്. ഡെൽറ്റ ടി ബൈ ആർ ഞാൻ എടുത്തത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ 1/2πL കൂടി ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ അങ്ങനെ ഡിനോമിനേറ്ററിൽ വരുന്ന സമയത്ത് 1/2πL ഇൻറ്റു 1/K3 ഇൻറ്റു Ln R4/R3 പ്ലസ് 1/HB ഇൻറ്റു R4 എന്ന് വരും. അതായത് നമ്മളൊരു പൈപ്പ് എടുത്തു, പൈപ്പിൻ്റെ റേഡിയസ് ആണ് R3. പൈപ്പിൻ്റെ പുറത്ത് നമ്മളൊരു ഇൻസുലേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ ഇൻസുലേഷൻ്റെ റേഡിയസ് ആണ് R4. സോ ആ ഇൻസുലേഷൻ്റെ തിക്നെസ് ആണ് R4 മൈനസ് R3 എന്ന് പറയുന്നത്. ഇൻസുലേഷൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് K3. അതുകൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ തന്നെയാണ്. ഇതിനകത്ത് ഈ ടൈം നമ്മൾ 0 ആയിട്ട് എടുത്തു. ഈ ടൈമുകളാണ് നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് ഈ ഇക്വേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ R4ൻ്റെ എമൗണ്ട് വാല്യൂ കൂടുന്തോറും ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടിക്കൂടി വരും. അതുപോലെ തന്നെ R4ൻ്റെ വാല്യൂ, പക്ഷേ ഈ രണ്ടാമത്തെ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ R4ൻ്റെ വാല്യൂ കൂടുന്തോറും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. സോ ഈ ടൈമിൻ്റെ R4 കൂടുന്തോറും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും ഈ ടൈമിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ എടുക്കുമ്പോൾ R4 കൂടുന്തോറും റെസിസ്റ്റൻസ് കുറഞ്ഞാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ അതുപോലെ തന്നെ HB ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, ഈ രണ്ട് വാല്യൂവിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഏതാണോ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയോ കുറയുകയോ ചെയ്യും. റെസിസ്റ്റൻസ് കൂടുക എന്ന് പറയുമ്പോൾ ഹീറ്റ് ഫ്ലോ കുറയുകയും റെസിസ്റ്റൻസ് കുറയുക എന്ന് പറയുമ്പോൾ ഹീറ്റ് ഫ്ലോ കൂടുകയാണ് ചെയ്യുന്നത്. സോ R4 കൂടുന്നതനുസരിച്ച് ഹീറ്റ് ഫ്ലോ കൂടിയും കുറഞ്ഞും നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ അതാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ തിക്നെസ്സിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: റെസിസ്റ്റൻസ് ഏറ്റവും മിനിമം ആയിരിക്കും അല്ലെങ്കിൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന റേഡിയസ് ആണ് ക്രിട്ടിക്കൽ റേഡിയസ്. ഇൻസുലേഷൻ റേഡിയസ്
റെസിസ്റ്റൻസ് മിനിമം ഇസ് കോൾഡ് ക്രിട്ടിക്കൽ റേഡിയസ്. റെസിസ്റ്റൻസ് മിനിമം ആവുന്ന സമയത്താണ് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സിലിണ്ടറിൻ്റെ റേഡിയസ് ക്രിട്ടിക്കൽ റേഡിയസിനേക്കാളും താഴെയാണെന്ന് വിചാരിക്കും. R1 എന്ന് പറയുന്നത് ഇപ്പോൾ സിലിണ്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന റേഡിയസ് ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ താഴെയാണ്. ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ വാല്യൂ ആണ് K/X0. അത് തെർമൽ കണ്ടക്ടിവിറ്റി ബൈ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ റേഡിയസ് താഴെയാണ് നമ്മൾ ഇപ്പോഴത്തെ പൈപ്പിൻ്റെ റേഡിയസ് എന്ന് വിചാരിക്കുക. നമ്മൾ ഇൻസുലേഷൻ ആഡ് ചെയ്യും തോറും അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടിക്കൂടിയാണ് വരുന്നത്. ക്രിട്ടിക്കൽ റേഡിയസ് വരെ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടിയാണ് വരുന്നത്. നമ്മൾ ഇൻസുലേഷൻ ആഡ് ചെയ്തവരെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടിക്കൂടിയാണ് വരുന്നത്. വൺസ് ക്രിട്ടിക്കൽ റേഡിയസ് അറ്റൈൻ ചെയ്താൽ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് ആയി കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഇൻസുലേഷൻ ആഡ് ചെയ്യുന്നതോറും നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറഞ്ഞു വരും. അത് ഇത്രയും തിക്നെസ് നമ്മൾ ആഡ് ചെയ്യും തോറും നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടിക്കൂടിയാണ് വരുന്നത്. കാരണം ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ വാല്യൂ അതിൽ K എന്ന് പറയുന്ന രണ്ട് വാല്യൂവിനെ അപേക്ഷിച്ചിരിക്കും. പക്ഷേ രണ്ടാമത്തെ ഒരു കേസ് എടുക്കുക. രണ്ടാമത്തെ ഒരു കേസിൽ സിലിണ്ടറിൻ്റെ റേഡിയസ് ക്രിട്ടിക്കൽ റേഡിയസിനേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് ആണെന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മൾ ഇൻസുലേഷൻ ആഡ് ചെയ്യും തോറും നമ്മുടെ ഹീറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും, കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യണമെന്നൊരു ആപ്ലിക്കേഷനിലാണെങ്കിൽ ആ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നപ്പോഴും ക്രിട്ടിക്കൽ റേഡിയസിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ റേഡിയസിനേക്കാളും താഴെയുള്ള ഒരു വാല്യൂവിലാണെങ്കിൽ നമുക്ക് ഇൻസുലേഷൻ ആഡ് ചെയ്യുന്നതോറും ഹീറ്റ് ട്രാൻസ്ഫർ കൂടിക്കൂടി വരും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഇലക്ട്രിക്കൽ വയേഴ്സ്. ഇലക്ട്രിക്കൽ വയേഴ്സിന് ഇപ്പോഴും ക്രിട്ടിക്കൽ റേഡിയസിനേക്കാളും താഴെയായിരിക്കും ആ വയറിൻ്റെ റേഡിയസ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമ്മൾ പിന്നെ ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ആഡ് ചെയ്യും തോറും അതിൻ്റെ റേഡിയസ് കൂടും തോറും ശരിക്കും പറഞ്ഞാൽ അത് ഹീറ്റ് ട്രാൻസ്ഫറിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ റേഡിയസ് കൂടുന്തോറും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ നമ്മളൊരു സ്റ്റീം പൈപ്പോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ ലൈനോ ഒക്കെ നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേഡിയസ് എപ്പോഴും, അല്ലെങ്കിൽ ആ പൈപ്പിൻ്റെ റേഡിയസ് എപ്പോഴും ക്രിട്ടിക്കൽ റേഡിയസിനേക്കാളും കൂടുതലായിരിക്കും. എന്നാൽ മാത്രം നമ്മൾ ഇൻസുലേഷൻ ആഡ് ചെയ്താൽ അതിൻ്റെ ടെമ്പറേച്ചർ ഹീറ്റ് ഫ്ലോ കുറയുകയുള്ളൂ. ഓക്കെ, അത് രണ്ട് ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ ആപ്ലിക്കേഷൻ.